താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 9 മാസം ഗർഭിണിയായിരുന്ന യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDYF പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും റോഡ് ഉപരോധവും നടത്തി. കൽപ്പകയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ, മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ, ജനറൽ സെക്രട്ടറി PM സൈഫുദ്ദീൻ, AKM അലി, PKM ഷഫീഖ്, ഷാഫി കാരക്കാട്, ഹംസ കൈപ്പുറം, ഷിഹാബ് കരിമ്പുള്ളി, ഷാഫി മരുദൂർ, ജാസിർ നാട്യമംഗലം, മൻസൂർ പാലത്തിങ്ങൽ, VPM ഇഹ്സാൻ, P നാസറുദ്ദീൻ, ആബിദ് കൊണ്ടൂർക്കര, റിയാസ് നമ്പ്രം, ആഷിഖ് വല്ലപ്പുഴ, ഷാക്കിർ കൊടലൂർ, ആഷിഖ് മേലെ പട്ടാമ്പി, മുഹമ്മദ് ഹനീഫ, റിയാസ് വിളത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. എന്റെ സഹോദരിയെ, എന്റെ മകളെ, എന്റെ ഭാര്യയെ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിലെ ഈ സർക്കാരിന്റെ പ്രതിനിധികൾ കൊന്നുകളഞ്ഞതാണ് എന്ന് പറയുമ്പോൾ നമുക്കത് കേട്ട് വീട്ടിലിരിക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് തന്നെ ഈ പ്രതിഷേധവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഇനിയും എത്രയോ ആളുകളെ കൊലച്ചു കൊടുക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ടാവാം. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടും അതിലെല്ലാം റിപ്പോർട്ട് തേടിയിട്ടും ഇന്ന് വരെ ഒരു നടപടി പോലും എടുക്കാൻ ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അവർ വലിയ രീതിയിലുള്ള ചില അരമന രഹസ്യങ്ങളുടെയൊക്കെ ഒരു പിൻബലത്തോടുകൂടി അവർ അങ്ങനെ അഹങ്കാരത്തിൽ നടക്കുകയാണ്. എന്നിട്ട് വലിയ മാസ് ഡയലോഗ് അടിച്ച് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നടക്കുമ്പോ ഞങ്ങൾ എല്ലായിടത്തെയും കാര്യം ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇനി ഈ പട്ടാമ്പിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഈ പട്ടാമ്പിയിലെ തെരുവോരങ്ങളിലൂടെ സുരക്ഷിതമായി നടക്കാൻ സാധിക്കില്ല എന്ന് ഇവിടുത്തെ UDYF ഉറപ്പുവരുത്തും. ആശുപത്രിയിൽ എത്തിയത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയും അശ്രദ്ധയും കാരണമാണ് ആ സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടത്, ഒരു കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഇത് പട്ടാമ്പിയിലെ ഒരു ഗവൺമെന്റ് ആശുപത്രിയിലെ മാത്രം ഒരു കേസല്ല. കേരളത്തിലുടനീളം ഗവൺമെന്റ് ആശുപത്രികളിൽ ഈ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയെ സമീപിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് ജീവനോട് കൂടി അവരുടെ രോഗം ഭേദമായി തിരിച്ചു വരാൻ കഴിയുമെന്ന യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധം കേരളത്തിന്റെ ആരോഗ്യരംഗം മാറിയിരിക്കുന്നു എന്ന സ്ഥിതിയാണ്. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് M Space ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.